welcome back to Eduport. This is me, Varnita, your favorite English teacher. Yes, അപ്പം തൊട്ട മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓണം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് ഏതൊക്കെയാണ്, അതായത് നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ലെസൺസ് ഏതൊക്കെയാണ്, അതൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനിയും ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, അതൊന്ന് പോയിട്ട് കാണണം കേട്ടോ. ഓണം എക്സാമിന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ലെസൺസ് ഏതൊക്കെയാണ്, അതായത് നമ്മുടെ ഓണം എക്സാം പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് മിസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ആ വീഡിയോ ഉറപ്പായിട്ടും കാണണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, യെസ്, നമ്മൾ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഒരുപാട് പേര് ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, മിസ് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത് എക്സാമിന്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ മിസ് വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനത്തെ ആ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ആയിക്കോട്ടെ കേട്ടോ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. യെസ്, അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ തന്നെ വേണം ലൈക്ക് ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, യെസ്, അപ്പം ഇനി നമുക്ക് നോക്കാം അല്ലേ. അപ്പം നമ്മൾ പോർഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഹാർമണി ഓഫ് മാർവൽസിനകത്ത് റോബോട്ട് വിത്ത് ദ വൈറസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സീയിങ് ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. അതേപോലെ തന്നെ ഇമാജിനേഷനിലെ ഡോൾസ് ജേർണി, ഫോറിൻ ലാൻഡ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലെസൺസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒന്ന്, ഒരു പാരഗ്രാഫ് കോംപ്രഹെൻഷൻ. പാരഗ്രാഫ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഒരു ചെറിയൊരു സ്റ്റോറി, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് ആ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടവരാ, ആ കഥ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ആ ഒരു കഥയുണ്ടല്ലോ, അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ ആൻസേഴ്സ് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് ആയിരിക്കും ആദ്യം മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറെ ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ് കേട്ടോ. നോട്ടീസും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് നിങ്ങളെ കഴിഞ്ഞ വർഷത്തെ സീനിയേഴ്സിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, ഒരു നോട്ടീസ് എന്നുള്ളത്. അപ്പം അതും നമുക്കൊരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഇത് ഏകദേശം 100% ഷുവർ ആണ്, ഒരു കോൺവെർസേഷൻ രണ്ടുപേർ തമ്മിലുള്ള ഒരു സംഭാഷണം ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, നമ്മുടെ കോൺവെർസേഷൻ, സംഭാഷണം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ പിക്ചർ. എന്താണ് ഡിസ്ക്രൈബ് ദ പിക്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ടാവും, ഒരു ചിത്രം ഉണ്ടാവും. ആ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിന് ഡിസ്ക്രൈബ് ചെയ്യാന്നുള്ളൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വേറൊന്ന്, ഇതും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി. അതൊന്നെങ്കിൽ ഡയറി എൻട്രി ആയിട്ടോ, നിങ്ങൾ ചെറുതാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് തോട്ട്സ് എന്ന് പറഞ്ഞായിരുന്നു ചോദിക്കാറുള്ളത്. പക്ഷെ നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ വലുതായല്ലോ, അപ്പോൾ ആ തോട്ട്സ് മാറിയിട്ട് ഡയറി എൻട്രി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അതും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഡിബേറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, ഡിബേറ്റ് എന്ന്. അപ്പോൾ ഡിബേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ മിസ് ഡിബേറ്റ് എന്താണ്? ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ വാദപ്രതിവാദം, അതെ, നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ലേടാ, എങ്ങനെ അല്ലെ, ചാനലിൽ രാത്രി 8 മണിക്ക് ചർച്ചകൾ കാണാറില്ലേ അല്ലെ, രണ്ടുപേരും നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. സോ അതിനാണ് നമ്മൾ ഡിബേറ്റ് എന്ന് പറയാം. അപ്പം ആ ഡിബേറ്റിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ഫോറും എഗെയിൻസ്റ്റും, അതായത് അതിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടും ഓക്കെ അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കുറച്ച് ആർഗ്യുമെന്റ്സ് എഴുതുന്നതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഓണം എക്സാമിന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിബേറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യൂ കേട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊന്നിടാ, ഇമെയിലാണ്. ഓക്കെ, ഇമെയിലും ഇതേപോലെ 7th സ്റ്റാൻഡേർഡിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇമെയിൽ അല്ലെങ്കിൽ അതിന് വേറൊരു ചാൻസ് കൊണ്ടുള്ളത് നമ്മുടെ ലെറ്റർ ആണ് കേട്ടോ. ഇമെയിൽ അല്ലെങ്കിൽ പിന്നെന്താണ് അതിനെ ചോദിക്കുക, ലെറ്റർ ആണ്. ഇമെയിൽ അല്ലെങ്കിൽ ലെറ്റർ എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, പോസ്റ്ററും ഒരു ഏകദേശം 90% ചോദിക്കാൻ ചാൻസ് ഉള്ള, അതായത് ഉറപ്പായിട്ടെന്ന് പറയാം, എന്നാലും 90% പോസ്റ്ററും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, എഡിറ്റിംഗ് ആണ്. ഇത് 100% ഒരു എഡിറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ആ എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ചിലപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കുറിച്ചായിരിക്കും, അതായത് ക്യാപിറ്റൽ ലെറ്റർ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പോ ക്വസ്റ്റ്യൻ മാർക്കോ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഈസോ വാസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഹീ ഷീ ഇല്ല, ഇങ്ങനെയുള്ളതൊക്കെ മാറിപ്പോയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെങ്കിൽ എന്താ പറയാ
ഒരു എഡിറ്റിങ്ങും നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റും, ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കൂടെ ചോദിക്കും എന്നല്ല മിസ് പറയുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് 4-5 ആക്ടിവിറ്റീസ്, ഏറെക്കുറെ ഈ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള 4-5 ആക്ടിവിറ്റീസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. എന്തായാലും ഉറപ്പാണ്, ഏകദേശം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കുക കേട്ടോ. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ലൈവുകളിൽ, ഇനിയിപ്പോൾ ഓണം എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ലൈവുകളിലൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ആക്ടിവിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആക്ടിവിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്ക് എന്താണ്, അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.